നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക്. വാർത്തകൾ വിശദമായി. നടിയെ ആക്രമിച്ച കേസിൽ WCCക്ക് മറുപടിയുമായി താരസംഘടന അമ്മ. ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി ലഭിക്കണമെന്നാണ് അമ്മയുടെ നിലപാട്. കോടതി വിധി വരും വരെ ആരോപണ വിധേയൻ നിരപരാധിയാണ്. ധാർമ്മികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഉചിതമായ തീരുമാനമുണ്ടാകുമെന്നും അമ്മ വക്താവ് ജഗദീഷ് പറയുന്നു. വിവരങ്ങളുമായി ഗോപിക സുരേഷ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഗോപിക, പ്രസ്താവനയിലൂടെയാണോ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്? എങ്കിൽ അതൊന്ന് മുഴുവനായി വായിക്കാമോ? സനീഷ, പ്രസ്താവനയിൽ കൂടി തന്നെയാണ് അമ്മയുടെ വക്താവ് ശ്രീ ജഗദീഷ് ഈ ഒരു മറുപടി തന്നിരിക്കുന്നത്. പ്രസ്താവന ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: WCCയിലെ അംഗങ്ങൾ വിളിച്ചുകൂട്ടിയ പത്രസമ്മേളനത്തിന് അമ്മയ്ക്കെതിരെ നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന, ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നത് എന്ന ആമുഖത്തോടു കൂടിയാണ് പ്രസ്താവന ആരംഭിക്കുന്നത്. അതിന്റെ ആദ്യ ഖണ്ഡികയിൽ പറയുന്നത് ദിലീപ് നിരപരാധിയാണോ? ഗോപിക, ഒന്ന് ആദ്യം ആ പ്രസ്താവന മുഴുവനായി വായിക്കാമോ? ശരി. WCCയിലെ അംഗങ്ങൾ വിളിച്ചുകൂട്ടിയ പത്രസമ്മേളനത്തിൽ അമ്മയ്ക്കെതിരെ നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഈ പത്രക്കുറിപ്പ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റാരോപിതനായ ദിലീപ് അപരാധിയാണെന്നോ നിരപരാധിയാണെന്നോ ഉള്ള നിലപാട് അമ്മ എടുത്തിട്ടില്ല. ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി ലഭിക്കണം എന്ന നിലപാടാണ് അമ്മ നാളിതുവരെയും സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തരം കേസുകളിൽ കുറ്റവാളി എന്ന് കോടതി വിധിക്കുന്നതുവരെ കുറ്റാരോപിതൻ നിരപരാധിയാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. കുറ്റാരോപിതൻ നിരപരാധിയാണ് എന്ന് കോടതി വിധിക്കുന്നതുവരെ അയാളെ അപരാധിയായിട്ട് കണക്കാക്കുന്നവരും ഉണ്ട്. രണ്ട് കൂട്ടരും ഉണ്ട് എന്നാണ് ആദ്യത്തെ ഖണ്ഡികയിൽ പറയുന്നത്. ആദ്യത്തെ അഭിപ്രായത്തിൽ നിയമത്തിന്റെ പിൻബലവും രണ്ടാമത്തെ അഭിപ്രായത്തിന് ധാർമ്മികതയുടെ പിൻബലവുമാണുള്ളത്. അതായത് സനീഷ്, ഇവർ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നത് ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് ദിലീപ് നിരപരാധിയാണോ കുറ്റാരോപിതനാണോ എന്നൊന്നും നമുക്കതിന്റെ വിശദീകരണങ്ങളിലേക്ക് പിന്നീട് പോകാം. അതൊന്ന് മുഴുവനായിട്ടൊന്ന് വായിച്ചാൽ ആളുകൾക്ക് എന്താണ് ആ പ്രസ്താവന എന്ന് വ്യക്തമായി പൂർണ്ണമായി ബോധ്യമാകും. അതിനുശേഷം അതിന്റെ വിശകലനങ്ങളിലേക്ക് പോകാം. ദിലീപിനെ പുറത്താക്കാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്ത തീരുമാനത്തിന് നിയമസാധുത ഇല്ലെന്ന് കണ്ടെത്തി. ആ തീരുമാനം മരവിപ്പിച്ച് ജനറൽ ബോഡിക്ക് വിടാൻ തുടർന്നു കൂടിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനമെടുത്തു. പുറത്താക്കാനുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനം ശരിയായിരുന്നില്ല എന്ന നിലപാടാണ് ജനറൽ ബോഡി എടുത്തത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ അവിടെ നടന്നിട്ടില്ല എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ കോടതി വിധി വരുന്നതിന് മുൻപ് പുറത്താക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായത്തിനായിരുന്നു അവിടെ മുൻതൂക്കം. ഈ വിഷയം അമ്മ കൈകാര്യം ചെയ്ത രീതിയോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയ രേവതി, പാർവതി, പത്മപ്രിയ എന്നിവരുമായി അമ്മ ചർച്ചകൾ നടത്തി. അവരുടെ ആവശ്യങ്ങൾ കേട്ട ശേഷം എല്ലാ കാര്യങ്ങളിലും ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ചർച്ചയിൽ പങ്കെടുത്ത രേവതിയും പാർവതിയും പത്മപ്രിയയും തമ്മിൽ ധാരണയായി. അതനുസരിച്ച് ദിലീപിനെ പുറത്താക്കാനുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനം ജനറൽ ബോഡി റദ്ദാക്കിയത് വിദഗ്ധ നിയമോപദേശത്തിന് വിടാൻ ഇരുകൂട്ടരും തീരുമാനിക്കുകയുണ്ടായി. അമ്മയ്ക്ക് ലഭിച്ച ഉപദേശം ഒരു ജനറൽ ബോഡി വിളിച്ചുകൂട്ടി തീരുമാനമെടുക്കണം എന്നതായിരുന്നു. എന്നാൽ രേവതിക്കും പാർവതിക്കും പത്മപ്രിയയ്ക്കും ലഭിച്ച ഉപദേശം എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് തന്നെ തീരുമാനമെടുക്കാം എന്നതായിരുന്നു. ശ്രീ തിലകന്റെ കാര്യവും അവർ ചൂണ്ടിക്കാട്ടി. എന്നാൽ തിലകൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനം ജനറൽ ബോഡി ശരിവെക്കുകയായിരുന്നു. ദിലീപിന്റെ വിഷയത്തിൽ ജനറൽ ബോഡി എടുത്ത തീരുമാനമായതുകൊണ്ട് അത് റദ്ദാക്കാനുള്ള അവകാശവും ജനറൽ ബോഡിക്ക് മാത്രമാണുള്ളത് എന്ന വാദമാണ് അമ്മയുടെ അഡ്വക്കേറ്റ് മുന്നോട്ട് വെച്ചത്. അമ്മയിൽ നിന്നും രാജിവെച്ച നടിമാരെ തിരിച്ചെടുക്കുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പ്രസിഡന്റ് ശ്രീ മോഹൻലാൽ ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും സ്നേഹത്തിന്റെയും സമന്വയത്തിന്റെയും പാതയിലൂടെ മുന്നോട്ട് പോകാമെന്ന് രേവതിക്കും പാർവതിക്കും പത്മപ്രിയയ്ക്കും ഉറപ്പു നൽകിയതുമാണ്. കാര്യങ്ങൾ ഇങ്ങനെയിരിക്കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഏകകണ്ഠമായ തീരുമാനങ്ങൾ ശ്രീ മോഹൻലാലിന്റെ മാത്രം തലയിൽ കെട്ടിവെച്ച് ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല. രേവതിയും പാർവതിയും പത്മപ്രിയയും ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അമ്മയുടെ ശ്രമങ്ങൾക്കിടെയാണ് ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രളയം കേരളത്തെ ഗ്രസിച്ചത്. ശ്രീമതി കവിയൂർ പൊന്നമ്മ ഉൾപ്പെടെയുള്ള അമ്മയുടെ എല്ലാ അംഗങ്ങൾക്കും ഈ പ്രളയത്തിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അവർക്കു വേണ്ടി പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് അമ്മ കൂടുതൽ പ്രാധാന്യം നൽകി. പ്രളയക്കെടുതികളിൽ നിന്നും കരകയറി കേരളത്തെ പുനർനിർമ്മിക്കുന്നതിന് സർക്കാരിന്റെ ശ്രമങ്ങളിൽ അമ്മയുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ആദ്യ 2 ഗഡുക്കളായ 50 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. തുടർന്ന് ഡിസംബറിൽ ഗൾഫിൽ ഒരു ഷോ നടത്തി നല്ലൊരു തുക സമാഹരിക്കാൻ അമ്മ ഉദ്ദേശിക്കുന്നുണ്ട്. ആ ഷോയുടെ തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. എന്നാലും അധികം വൈകാതെ തന്നെ ഒരു വിശേഷാൽ ജനറൽ ബോഡി യോഗം വിളിച്ചുകൂട്ടാം എന്ന് അമ്മ കരുതുന്നു. ഈ വിഷയത്തിൽ സാംസ്കാരിക കേരളത്തിന്റെ ഉത്കണ്ഠ കണക്കിലെടുത്തുകൊണ്ട് ജനറൽ ബോഡി യോഗത്തിൽ ചട്ടങ്ങൾക്കപ്പുറം ധാർമ്മികതയിൽ ഊന്നിയുള്ള ഉചിത തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിയും എന്നാണ് അമ്മയുടെ പ്രതീക്ഷ. പ്രശ്നത്തിൽ ഇടപെടാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി ശ്രീ AK ബാലൻ നടത്തിയ പ്രസ്താവന അമ്മ സ്വാഗതം ചെയ്യുന്നു. പ്രശ്നപരിഹാരത്തിനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് അമ്മ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു. അമ്മയ്ക്ക് വേണ്ടി ഔദ്യോഗിക വക്താവ് ജഗദീഷ്.
ഗോപിക, ഞാൻ തിരിച്ചു വരാം. അതിന്റെ വിവരങ്ങൾ, വിശദാംശങ്ങൾ കൂടുതൽ ആവശ്യമുണ്ട് ഗോപികയുടെ ഭാഗത്തു നിന്ന്. അതിനു മുമ്പ് ഇപ്പോൾ നടൻ മഹേഷ്, അമ്മയിൽ അംഗമായ മഹേഷ് നമ്മോടൊപ്പം ടെലിഫോണിലുണ്ട്. ശ്രീ മഹേഷ്, ഇവിടെ ഇരുപക്ഷവും പിടിക്കാതെ ഇത്രക്ക് നിന്ദ്യമായൊരു കുറ്റാരോപണം നേരിട്ട ആളെ അകത്ത് തന്നെ വെക്കുന്നതിന് ഞങ്ങൾക്ക് കാരണങ്ങളുണ്ട് എന്ന് പറയുകയാണല്ലോ അമ്മ ചെയ്യുന്നത്. എന്തുകൊണ്ടാണത്? ഇത് അമ്മ സംഘടന മാത്രമൊന്നുമല്ല. ഇപ്പോ നമ്മുടെ ശശി തരൂരിനെതിരെ ഭാര്യയെ കൊന്ന കേസിൽ അക്യൂസ്ഡാണ് അദ്ദേഹം. അദ്ദേഹത്തിന് സംഘടന കളഞ്ഞിട്ടില്ല, എങ്ങും പോയിട്ടില്ല. ഞങ്ങളുടെ ഇവിടെ അമ്മയില് ദിലീപ് രാജിക്കത്ത് നൽകി 10-ാം തീയതി. ഞങ്ങൾക്ക് അത് പ്രോസസ് ചെയ്ത് വരണമെങ്കിൽ ഞങ്ങളുടേതായിട്ടുള്ള ചില നിയമാവലികളുണ്ട്, നിയമകാര്യങ്ങളുണ്ട്. അത് പ്രകാരം അത് പ്രോസസ് ചെയ്ത് വരികയും അതിൽ തീരുമാനം എടുക്കുകയും ചെയ്യും. എടുപിടിയിൽ നിന്ന് നിങ്ങളെ ബോധിപ്പിക്കുവാനോ മറ്റുള്ളവരെ ബോധിപ്പിക്കാനായിട്ടോ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുകയില്ല. പിന്നെ ആദ്യം തൊട്ടേ അമ്മ അസോസിയേഷനിലെ എല്ലാവരും പറയുന്നുണ്ട്, എല്ലാവരും നിൽക്കുന്നുമുണ്ട് ഈ ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയെടുത്ത്. നിങ്ങൾ അതിന്റെ അളവാണ് ചോദിക്കുന്നത്. എത്രത്തോളം നിന്നു, എങ്ങനെ നിന്നു, ആരൊക്കെ നിന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എല്ലാരും ആ കുട്ടിക്കൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പൊ ലഭിച്ചിരിക്കുന്ന രാജ്യത്തില് ഒരു തീരുമാനം എടുക്കുവാനായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുകയും ജനറൽ ബോഡി വഴിയാണ് അത് തിരിച്ചെടുക്കാനുള്ള ഒരു ഇതുണ്ടായത്. അതുകൊണ്ട് ജനറൽ ബോഡിയിൽ അത് അവതരിപ്പിക്കുകയും വേണം. സാങ്കേതികമായിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ അതിലൊരു തീരുമാനം എടുക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോഴും അദ്ദേഹം ആരോപിതൻ മാത്രമാണ്. ഇപ്പൊ ശശി തരൂരിനൊക്കെ കിട്ടുന്ന അതേ ആനുകൂല്യം ദിലീപിന് കിട്ടാൻ എന്താണ് തെറ്റ്? അതായത് അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോടതി പറയട്ടെ. കോടതി പറയും വരെ ക്ഷമിക്കുവാനുള്ള മനസ്സ് കാണിക്കണം. അതുവരെ അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് തെളിയിക്കുവാനും സാധിക്കില്ല. അപ്പം ശ്രീ മഹേഷ്, ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, താങ്കൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ തന്നെ ചർച്ചയിൽ പറഞ്ഞത് ദിലീപ് ഇപ്പോൾ സംഘടനക്കകത്തില്ല, പിന്നെ എങ്ങനെയാണ് പുറത്താക്കുക എന്താണ്. ഞങ്ങൾക്കത് ഓർമ്മയുണ്ട്, എനിക്കത് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ കൈവശം അതിന്റെ ക്ലിപ്പുണ്ട്. ഇപ്പോൾ താങ്കൾ പറയുന്നു അദ്ദേഹത്തെ പുറത്താക്കാനോ രാജി സ്വീകരിക്കാനോ ഉള്ള സമയമായിട്ടില്ല എന്ന്. ഏതാണ് യഥാർത്ഥം? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കാത്ത നിലപാട് നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ എടുക്കേണ്ടി വരുന്നത്, കൃത്യമായ നിലപാട് എടുക്കേണ്ടി വരുന്നത്, എടുക്കാൻ പറ്റാതെ വരുന്നത്? സുഹൃത്തെ, നിങ്ങൾക്ക് മലയാള ഭാഷ മനസ്സിലാവുമെങ്കിൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഞാനിപ്പോൾ എന്നാണ് പറഞ്ഞത്, സാങ്കേതികമായിട്ട് അത് പൂർണ്ണതയിലെത്താൻ സമയം എടുക്കും. എന്ന് വെച്ചാൽ ദിലീപ് സംഘടനക്കകത്തില്ല എന്നാണോ? പറയട്ടെ, പറഞ്ഞ് തീരെ മുമ്പ് സംസാരിക്കാതിരിക്കൂ. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിൽ കൂടിയിട്ട് അത് ജനറൽ ബോർഡിൽ ഒരുപക്ഷെ വരേണ്ടി വരും. ഒരുപക്ഷെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ തീരുമാനം എടുക്കുമായിരിക്കും. അതല്ല ജനറൽ ബോഡി. ശ്രീ മഹേഷ്, ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ. താങ്കൾ കഴിഞ്ഞ ദിവസം ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹം യോഗത്തിനകത്തില്ല, ഈ പറയുന്ന രേവതിയും പാർവതിയും പത്മപ്രിയയും ഇരിക്കെ അവരുടെ മുന്നിൽ വെച്ച് താങ്കൾ പറഞ്ഞത് ദിലീപ് സംഘടനക്കകത്ത് ഇപ്പോൾ ഇല്ലാത്ത ആളെ എങ്ങനെയാണ് പുറത്താക്കുക എന്നാണല്ലോ താങ്കൾ ചോദിച്ചത്. ഇപ്പോൾ അകത്തുണ്ടോ? തീർച്ചയായിട്ടും അകത്തുണ്ടോ അല്ലെങ്കിൽ പുറത്താണോ അദ്ദേഹം? വരാനായിട്ടാണ്. അതിനത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അദ്ദേഹം തന്നെ രാജിക്കത്ത് നൽകി കഴിഞ്ഞു. സംഘടനയിലേക്ക് ഇല്ല. അത് ശ്രീ മഹേഷ്, താങ്കൾ പറയുന്നതാണ് ഈ വാർത്താക്കുറിപ്പിൽ ഒരിടത്തും അങ്ങനെ ഒരു സംഗതിയില്ല. നിങ്ങൾ എന്റെ പ്രതികരണം കേൾക്കാൻ വേണ്ടിയല്ല ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്ന കേൾക്കാൻ ക്ഷമ കാണിക്കും നിങ്ങൾ. ശരി, ഞാൻ ഒന്നും പറയണ്ട, നിങ്ങൾ പറഞ്ഞ കേട്ടാ പറയൂ. അപ്പോ ഇത് സാങ്കേതികമായിട്ടുള്ള ഒരു പൂർണ്ണത വരുത്താൻ വേണ്ടി മാത്രമുള്ള ഘട്ടമാണ്. അതായത് ഓൾറെഡി അദ്ദേഹം ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ അഗ്നിശുദ്ധി വരുത്തിയിട്ടേ ഇനി വരുന്നുള്ളൂ, ഇല്ലാത്തൊരു സത്യം അറിഞ്ഞതിന് ശേഷം മാത്രമേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ലാൽ സാർ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തതിന്റെ പിറ്റേ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വരാത്ത സ്ഥിതിക്ക് അദ്ദേഹം ഞങ്ങളുടെ സംഘടനയിൽ ഇല്ലാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അത് അത്രയും ക്ലിയർ ആണോ? ഇപ്പോൾ പിന്നെ രേഖാമൂലം രാജിക്കത്തും കൊടുത്തിരിക്കുന്നു. ഇനി അതും കൂടെ പരിഗണിച്ചു വരണം. അത്രേ ഉള്ളൂ. വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ സംഘടനക്കകത്തുണ്ട് എന്നാണ് അർത്ഥം, അല്ലേ? ആണോ? അതാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ അങ്ങനെയാണ്. നിങ്ങൾക്ക് അങ്ങനെയാണോ മനസ്സിലായത്? എനിക്ക് മലയാളം അറിയത്തില്ലായിരുന്നു താങ്കൾ പറയുന്നു. എനിക്ക് മലയാളത്തിൽ വളരെ വ്യക്തമാണല്ലോ അകത്തുണ്ടോ പുറത്ത്. അത് പോട്ടെ, ഇനി അത് പോകട്ടെ. താങ്കൾ ഈ പറഞ്ഞ ശശി തരൂരിന്റെ പറഞ്ഞു അദ്ദേഹം ഇപ്പൊ ഇല്ലാന്ന്. അമ്മ അസോസിയേഷന്റെ പ്രസിഡന്റ് തന്നെ പറയുന്നു അദ്ദേഹം വരുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹം സംഘടനയിൽ ഇല്ല എന്ന് പറയുന്നു. ഇനി അത് വേണ്ടത് നിയമപരമായിട്ടുള്ള അതിന്റെ പ്രോസസ് മാത്രമാണ്. ശ്രീ മഹേഷ്, താങ്കൾ ശ്രീ ശശി തരൂരിന്റെ കാര്യം പറഞ്ഞല്ലോ നേരത്തെ. ശശി തരൂരിനെതിരായിട്ട് അദ്ദേഹത്തിന്റെ സംഘടനക്കകത്തുള്ള ആളുകൾ ആരെങ്കിലും അല്ല പീഡിപ്പിക്കപ്പെട്ടത്, പ്രശ്നത്തിലായത്. അകത്തുള്ള ആരെങ്കിലും വന്ന് ഇദ്ദേഹത്തെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അവിടെ താങ്കൾ അധികാരാവകാശങ്ങളുള്ള ആളുകൾ ഒരു നിമിഷം ചോദിക്കട്ടെ, എന്റെ ചോദ്യം മനസ്സിലായാലേ പറയാൻ പറ്റുകയുള്ളൂ. അതായത് അത്രക്ക് തന്നെ അധികാരാവകാശങ്ങളുള്ള ആളുകൾ, സ്ത്രീകൾ പലതവണയായിട്ട് വന്നിട്ട് പറയുന്നു ഇദ്ദേഹത്തെ പുറത്താക്കണമെന്ന്. അക്കാര്യത്തിൽ ഇനിയും നടപടി വൈകും എന്നാണ് ഞങ്ങളുടെ സമയത്ത് എടുക്കുമെന്നാണ് ഈ പറയുന്നത്. അതിൽ നിങ്ങൾ ഈ കുറ്റാരോപിതന്റെ ഭാഗത്താണെന്നല്ലേ ഇതിനർത്ഥം? ചോദിക്കട്ടെ ശ്രീ മഹേഷ്, ഈ കുറ്റാരോപിതന്റെ ഭാഗത്താണ് നിങ്ങളുടെ ന്യായം നിൽക്കുന്നത് എന്നല്ലേ ഇതിന്റെ അർത്ഥമാകെ? അല്ല, അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. നിങ്ങൾ ആ കൂടി മൊത്തത്തിൽ മഞ്ഞ കണ്ണാടി വെച്ചിട്ട് എല്ലാം മഞ്ഞയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് സമ്മതിക്കാൻ പറ്റുമോ?
നിങ്ങളല്ലേ മഞ്ഞ കണ്ണാടി കൂടെ കാണുന്നത്. എനിക്കതെങ്കിലും സമ്മതിച്ചു തരാൻ പറ്റും. പിന്നെ ഈ നിയമത്തിന്റെ മുന്നിൽ, കുറ്റത്തിന്റെ മുന്നിൽ അക്യൂസ്ഡ് അത് ആരാണ്, പാർട്ടിക്കകത്താണോ പാർട്ടിക്ക് പുറത്താണോ എന്നൊന്നും വ്യത്യാസം വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ശശി, ഇപ്പോ ശശിയുടെ ഡിവൈഎസ്ഐ തന്നെ പാർട്ടിക്കകത്തുള്ള ഒരു പെൺകുട്ടിയല്ലേ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ശശിക്ക് എന്ത് സംഭവിച്ചു? ശശി ഇപ്പോഴും സംഘടന തന്നെ ഇല്ലേ? ശശി ഇപ്പോഴും MLA അല്ലേ? എന്ന് നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. എന്താണ് ശ്രീ മഹേഷ് താങ്കൾ ഈ പറയുന്നത്? അതിനകത്ത് വല്ല പോലീസ് കേസുമുണ്ടോ? ആ കുട്ടി ആരാണെന്ന് താങ്കൾക്ക് അറിയാമോ? ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് കേരളത്തിലും രാജ്യത്തിനെയും പറയുന്നില്ലേ? ഈ പോലീസ് കേസിൽ ഇദ്ദേഹം പ്രധാനപ്പെട്ട പ്രതിയായി നിൽക്കുകയല്ലേ? നിങ്ങൾ ഇതിനെ എല്ലാത്തിനെയും കൂട്ടിക്കുഴച്ച് ഒട്ടും ചേരാത്ത കാര്യങ്ങൾ എടുത്ത് വെക്കുന്നത് എന്തുകൊണ്ടാണ്? സുഹൃത്തെ, ഇതിനകത്ത് പ്രതിയായിട്ട് ആരോപണം മാത്രമേ ഉള്ളൂ, അക്യൂസ്ഡ് മാത്രമേ ഉള്ളൂ. കോടതിയാണ് പറയണത് പ്രതിയാവണമെന്ന്. ഇദ്ദേഹം കുറ്റം ചെയ്തെന്ന് കോടതിയാണ് പറയണത്. അധികാര പദവിയിലിരിക്കുന്ന ഒരാൾക്കെതിരെ ആരോപണം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആ പോലീസ് കേസ് വന്ന് പ്രതിയായി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് ഒഴിയുക, പ്രതിയല്ല എന്ന് വന്നാൽ തിരിച്ചതിലേക്ക് വരിക. നമ്മുടെ മുന്നിലേക്ക് എത്ര EP ജയരാജന്റെ കേസ്, അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു വന്നു. AK ശശീന്ദ്രന്റെ കേസ്, അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു വന്നു. പ്രശ്നമുണ്ടായപ്പോൾ ഇറങ്ങി പോവുകയല്ലേ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തിനാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ അകത്ത് തന്നെ വെക്കണം എന്ന അഭിപ്രായം? ഈ നിയമോപദേശം തുടരുന്നതോ? അപ്പൊ ഇപ്പൊ ഒരു കേന്ദ്രമന്ത്രി ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുന്നതോ? കേന്ദ്രമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പോവുകയാണ്. ആരോപണം വന്ന് തുടരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം ഇങ്ങനെയാണ് ആഫ്രിക്കയിൽ തിരിച്ചെത്തിയത്. ഇത് രണ്ട് പിന്നെ സിറ്റിസൺസ് ഉണ്ട്, 2 ടൈപ്പ് നിയമങ്ങളുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. കറക്റ്റാണ് താങ്കൾ പറയുന്നത്. അത് ഈ വാർത്താക്കുറിപ്പിലും പറയുന്നുണ്ട് ശ്രീ മഹേഷ്. അതായത് പത്മപ്രിയ, രേവതി, പാർവതി തുടങ്ങിയ ആളുകൾക്ക് ലഭിച്ച നിയമോപദേശം ഇദ്ദേഹത്തെ എക്സിക്യൂട്ടീവ് പുറത്താക്കാം എന്നാണ്. എന്നാൽ അമ്മയ്ക്ക് ലഭിച്ച, എന്ന് വെച്ചാൽ അമ്മ നേതൃത്വത്തിൽ ലഭിച്ച നിയമോപദേശം ഇദ്ദേഹത്തെ അകത്ത് വെക്കാമെന്നാണ്. അത് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. 2 തരത്തിലുള്ള നിയമോപദേശം ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഈ പെൺകുട്ടിക്കൊപ്പമല്ല, ഈ കുറ്റാരോപണത്തിനൊപ്പമാണ്. അതുകൊണ്ട് ആ നിയമോപദേശത്തിനൊപ്പം നിൽക്കുകയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. സുഹൃത്തെ, എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടാൻ പോകുന്നുള്ളൂ. കൂടിയിട്ട് പുറത്താക്കുമായിരിക്കും. എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടട്ടെ. കൂടിക്കഴിഞ്ഞിട്ട് പുറത്താക്കുമല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാം. എനിക്കിപ്പോ അത് ഞാൻ ഇതിനകത്ത് ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അസോസിയേഷൻ മെമ്പർ മാത്രമാണ്. എനിക്ക് കബഡി തട്ടി പറയാൻ പറ്റുമോ? എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടട്ടെ. കൂടിയിട്ട് ഒരുപക്ഷെ പുറത്താക്കുമായിരിക്കും. അതുവരെ ഒന്ന് ക്ഷമിക്കൂ നിങ്ങൾ. ഇന്ന് പറഞ്ഞാൽ നാളെ തന്നെ അതിന്റെ ഒരു നടപടി വേണമെന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് നടക്കാവുന്ന കാര്യമാണോ? ഈ 17 പേരും 17 ലൊക്കേഷനിൽ 17 സ്ഥലങ്ങളിലായിട്ട് നിൽക്കുകയല്ലേ. അവർ ഒരു പോയിന്റിലോട്ട് വരട്ടെ, എന്നിട്ട് അവരൊരു തീരുമാനം എടുക്കട്ടെ. അത് വസ്തുതയാണ് ശ്രീ മഹേഷ് താങ്കൾ പറയുന്നത്. അനുകൂലിക്കാവുന്ന കാര്യമാണ്. അതായത് ഇത്രമാത്രം വൈകിയെന്ന് ആവലാതിയുണ്ട്. ആളുകൾ അത് വന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ഇത് ഒരു സംഘടനയ്ക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെ തീരുമാനമെടുക്കേണ്ടതായി വരുമായിരിക്കും. അത് തന്നെ ഈ വാർത്താക്കുറിപ്പിൽ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് ജഗദീഷ്. അതായത് ജനറൽ ബോഡി യോഗത്തിൽ ചട്ടങ്ങൾക്കപ്പുറം ധാർമ്മികതയിലൂന്നിയുള്ള ഉചിത തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിയുമെന്ന് നമ്മ പ്രത്യാശിക്കുന്നു എന്നൊരു വാചകം ഇതിനകത്തുണ്ട്. അതായത് ചട്ടങ്ങൾക്കപ്പുറം ധാർമ്മികതയിലൂന്നിയുള്ള ഉചിത തീരുമാനങ്ങൾ എന്ന് വെച്ചാൽ അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ പുറത്ത് കളയുക എന്നത് തന്നെയാണ്. അതായത് ധാർമ്മികതയിലൂന്നിയാണ് കാര്യങ്ങളെ കാണുന്നതെങ്കിൽ അങ്ങനെ എടുക്കേണ്ടി വരുമെന്നാണ് ഈ നടിമാരടക്കം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു തീരുമാനം തന്നെയാണ് വരിക എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലേ? അതെ, അത് അങ്ങനെയാണ് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക. വളരെ വളരെ നന്ദി ശ്രീ മഹേഷ് ഞങ്ങളോട് സംസാരിച്ചതിന്. ഇക്കാര്യത്തിൽ വളരെ നന്ദി. ഗോപിക, ഈ യഥാർത്ഥത്തിൽ ഈ വാർത്താക്കുറിപ്പിൽ ഈ 2 ഭാഗവും പറയുന്നുണ്ട്. 2 പേർക്കും ഒപ്പം നിൽക്കും എന്ന മോഹൻലാൽ നേരത്തെ പ്രഖ്യാപിച്ച അതേ നിലപാടിൻ്റെ ഒരു വിശദീകരണമാണ്. പക്ഷേ അവസാന ഭാഗത്തെത്തുമ്പോൾ ഈ പറയുന്ന ധാർമ്മികതയിലൂന്നിയുള്ള ഉചിതമായ തീരുമാനങ്ങൾ എന്ന വാചകത്തിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സനീഷ്, ലോകമെമ്പാടും മീ ടു ക്യാമ്പയിനും തുറന്നു പറച്ചിലുകൾ നടത്തുന്ന നടിമാർക്കും വലിയ പിന്തുണ ലഭിക്കുമ്പോഴാണ് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമാ സംഘടന ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി അവരുടെ നിലപാട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അതിൽ അവർ ആദ്യ പാരഗ്രാഫിൽ തന്നെ പറയുന്നത് അപരാധിയാണോ നിരപരാധിയാണോ ദിലീപ് എന്ന കാര്യത്തിൽ ഒരു അമ്മ ഒരു തീരുമാനം അതായത് അമ്മ ഒരു നിലപാട് എടുത്തിട്ടില്ല എന്നാണ് അവർ ആദ്യ പാരഗ്രാഫിൽ തന്നെ. അതിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് അവരുടെ നിലപാടാണ് കുറ്റാരോപിതനൊപ്പമാണ് ഞങ്ങൾ ഇപ്പോഴും എന്നുള്ള അവരുടെ നിലപാട് തന്നെയാണ് ആവർത്തിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാർത്താക്കുറിപ്പ് വായിച്ചാൽ അതിൽ നിന്ന് വ്യക്തമാകും ദിലീപ് ഇപ്പോഴും സംഘടനയ്ക്ക് ഉള്ളിൽ തന്നെയാണ്. കാരണം അതിന്റെ ഒരു വരി ഇങ്ങനെയാണ്: തിലകനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനം ജനറൽ ബോഡി ശരിവെക്കുകയായിരുന്നു. ദിലീപിന്റെ വിഷയത്തിൽ ജനറൽ ബോഡി എടുത്ത തീരുമാനം ആയതുകൊണ്ട് അത് റദ്ദാക്കാനുള്ള അവകാശം ജനറൽ ബോഡിക്ക് മാത്രമാണ് ഉള്ളത്. അതായത് ദിലീപ് ഇപ്പോഴും സംഘടനയ്ക്ക് ഉള്ളിൽ തന്നെയാണുള്ളത്. ഈ ഒരു തീരുമാനം റദ്ദാക്കേണ്ടത് ജനറൽ ബോഡി കൂടി ഇനി ഒരു തീരുമാനത്തിലേക്ക് എത്തണം. അതിന്റെ അവസാന പാരഗ്രാഫ്
കേസുവിൽ പറയുന്നുണ്ട് ധാർമ്മികതയിൽ ഊന്നിയുള്ള ഉചിതമായ തീരുമാനങ്ങൾ. ഇപ്പോൾ ശ്രീമതി ബീന പോൾ നമ്മോടൊപ്പം ടെലിഫോണിലുണ്ട്. ശ്രീമതി ബീന പോൾ, ഈ വാർത്താക്കുറിപ്പിന്റെ പ്രസ്താവനയുടെ വിശദാംശങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. ഈ രണ്ട് കാര്യത്തിലും തീരുമാനമെടുക്കാനാവുകയില്ല. ദിലീപിനെ പുറത്താക്കാൻ അദ്ദേഹം അപരാധിയാണ് എന്ന് വാദിക്കുന്നവരുണ്ട്, നിരപരാധിയാണെന്ന് വാദിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നാമത്തെ അഭിപ്രായത്തിന് നിയമത്തിൻ്റെ പിൻബലവും രണ്ടാമത്തെ അഭിപ്രായത്തിന് ധാർമ്മികതയുടെ അടിത്തറയുമാണുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് കൃത്യമായിട്ട് ദിലീപിനെ തള്ളിക്കളയുന്നൊരു വാർത്താക്കുറിപ്പല്ല വന്നിട്ടുള്ളത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അല്ല, ഇതില് നമുക്ക് ഒരു ചേഞ്ചും തോന്നിയിട്ടില്ല. ഇത് പണ്ടേ AMMയുടെ സ്റ്റാൻഡാണ്. അത് തന്നെ അവർ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നുണ്ട്. അതില് നമുക്ക് ഒരു വ്യത്യാസം കാണുന്നില്ല. അവര് ഞങ്ങൾ പറഞ്ഞ കാര്യം കേട്ടിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു അസോസിയേഷനില് 2 പേരുണ്ട്. ഒരു ആള് നിയമം പ്രകാരം കുറ്റവാളിയായിട്ട് ഇപ്പൊ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറയുന്നില്ല കുറ്റവാളിയാണെന്നോ ഇല്ലയോ എന്ന്. പക്ഷെ 2 പേര് ഒരു അസോസിയേഷനിൽ നിൽക്കുമ്പോഴേ എങ്ങനെയാ ഒരുമിച്ച് നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കുന്നു. അത് മാത്രം പറഞ്ഞാൽ മതി. അതുകൊണ്ട് സ്ത്രീ പുറോട്ട് പോകണം, ഇങ്ങനെ ഇവിടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ 2 പേർ നിൽക്കട്ടെ. അങ്ങനെ പറ്റുമോ എന്നാണ് നമ്മുടെ ധാരണയായിട്ടുള്ള ഒരു ചോദ്യം. ശ്രീമതി ബീന പോൾ, ഈ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനം അവർക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ സർക്കാരിൻ്റെ ഇടപെടൽ പോലും ഇടപെടലായിട്ടുണ്ടായിട്ടില്ലെങ്കിൽ തന്നെ മേക്കെ ബാലൻ്റെ പ്രസ്താവനയുണ്ട്, മോഹൻലാലും അമ്മയും നൽകിയ വാഗ്ദാനം പാലിക്കണമെന്നൊക്കെ. അത് ഇതിനകത്ത് സൂക്ഷ്മമായിട്ട് വായിക്കുകയാണെങ്കിൽ ഇത്തരം കേസുകളിൽ കുറ്റവാളിയെന്ന് കോടതി വിധിക്കുന്നത് വരെ കുറ്റാരോപിതൻ നിരപരാധിയാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. കുറ്റാരോപിതൻ നിരപരാധിയാണ് എന്ന് കോടതി വിധിക്കും വരെ അയാൾ അപരാധിയായിട്ട് കുറ്റക്കാരനായിട്ട് കാണരുത് എന്ന വാദവുമുണ്ട്. ഇന്നസെന്റ് ആയിരിക്കും, ഒരിക്കലും നമുക്ക് അല്ലെങ്കിൽ WCCക്ക് പുള്ളിയെ കുറ്റവാളി ആയിട്ട് നമുക്ക് പറ്റത്തില്ല. പക്ഷെ ഒരു ഓർഗനൈസേഷനിലെ AMMയുടെ അകത്ത് 2 മെമ്പേഴ്സ് ഉണ്ട്. ഒരു ആള് റിക്യൂസ്ഡ്, ഒരു ആള് പീഡിപ്പിച്ച ഒരു ആള്. ഈ 2 പേരെ ഒരുമിച്ച് അകത്ത് വെക്കാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ ചോദ്യം. അത്രമാത്രം പറഞ്ഞാൽ മതി. 2 പേര് ഇതിന്റെ അകത്ത് നിൽക്കണം, ഒരുമിച്ച് ജോലി ചെയ്യണം എന്ന് പറയാൻ പറ്റുമോ? അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് അവർ മറുപടി ഈ ജനറൽ ബോഡിയോടുകൂടി നൽകാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ധാർമ്മികതയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള തീരുമാനമുണ്ടാകും, ഉചിത തീരുമാനമുണ്ടാകുമെന്നാണ്. ഇത് ഞങ്ങൾ വീണ്ടും പറയാ, ഇത് ഈസിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഡിസിഷനാണ്. ഇത് ജനറൽ ബോഡിയിലേക്ക് തട്ടുന്ന ഒരു ഒരു കളിയാ. അല്ല, അത് ജനറൽ ബോഡിയിലേക്ക് തട്ടിയതിനു ശേഷം അവിടെ ഭൂരിപക്ഷം ദിലീപിനൊപ്പമാണ് എന്ന് കണ്ട് നടപടി എടുക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കുമോ? അതെനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നാലും ഇത് ഒരു ആവശ്യമില്ലാത്ത ഒരു പുഷാണ്. കാര്യം ഈസിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഡിസിഷൻ തന്നെയാണ് ഇത്. പക്ഷെ അതിനകത്ത് ശ്രീമതി ബീന പോൾ, ഇവിടെ തിലകന്റെ കാര്യത്തിൽ അങ്ങനെയല്ല എന്നാണല്ലോ ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. തിലകന്റെ കാര്യത്തിൽ ആദ്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനം എടുത്തിരുന്നു, അതിനുശേഷം ജനറൽ ബോഡിയെ നടപ്പാക്കുകയായിരുന്നു എന്നാണ്. അല്ല, അത് ഈസിയുടെ എനിക്ക് തിലകൻ സാറിന്റെ അറിയത്തില്ല. പക്ഷെ എന്നാലും നമുക്ക് അറിയാം, ബൈലോസ് പ്രകാരം ഒരു ഓർഗനൈസേഷന് ഒരു ആള് കുറ്റവാളിയായിട്ട് ഒരു ആരോപണം വന്നാൽ അത് ഈസിക്ക് ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനുള്ള ഫുൾ പവേഴ്സ് ഉണ്ട്. അതാണ് ആ തരത്തിൽ അനുകൂലമായ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ താങ്കൾ ഈ ഘട്ടത്തിൽ? നമുക്ക് പ്രതീക്ഷ ഇല്ല എന്ന് പറയാം. അതല്ലേ പ്രശ്നം. മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ പ്രശ്നം അതന്നെയാണ്. ഇവിടെ ഒരു പേട്രിയാർക്കൽ സ്ട്രക്ചറാണ് നടക്കുന്നത്. സ്ത്രീയുടെ കൂടെ നിൽക്കാൻ ആരും റെഡിയല്ല എന്ന് ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനത്തെ ഡിസിഷൻസ് കാണിക്കുന്ന ഒരു കാര്യം. സ്ത്രീയുടെ കൂടെ അല്ല നിൽക്കാൻ ആരും തയ്യാറ് അല്ല. സ്ത്രീ പുറത്ത് പോട്ടെ, അവള് പോയി, ഇനി വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് വരട്ടെ, അതിന് ഒരു വിഷമില്ല. അതാണ്. വളരെ നന്ദി ശ്രീമതി ബീന പോൾ ഞങ്ങളോട് സംസാരിച്ചതിന്. ഗോപിക തുടരുന്നുണ്ട്. ഗോപിക, അവർ പറഞ്ഞു നിർത്തിയ കാര്യം അങ്ങേയറ്റം വ്യക്തമാണ്. അതായത് ഇത്ര വലിയ ഹീനമായ നിന്ദ്യമായ ഒരു അതിക്രമത്തിനിരയായ പെൺകുട്ടിക്കൊപ്പം ഉപാധികളില്ലാതെ നിൽക്കുകയാണ്. അവർക്ക് വേണ്ടി ഇദ്ദേഹത്തെ സംഘടനയ്ക്ക് പുറത്താക്കുകയാണ് എന്ന അതിശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടുന്ന സിനിമാ സംഘടന പക്ഷേ അങ്ങനെ എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവരെ 2 പേരെയും ഒരേ തട്ടിൽ പ്രതിഷ്ഠിച്ച് കാര്യങ്ങളെ സമവായത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയുമാണ്. അതിൽ നിന്നൊരു വിട്ടുവീഴ്ചയും അവർക്കുണ്ടാകുന്നില്ല എന്നാണ് ഇത് ആകപ്പാടെ വായിച്ചാൽ തോന്നുക. അങ്ങനെയല്ലേ?
സനീഷ്, അങ്ങനെ തന്നെയാണ്. കൃത്യമായി അവർ ദിലീപിനെ പിന്തുണയ്ക്കുകയും ഒപ്പം തന്നെ ഇരയ്ക്കൊപ്പം ഉണ്ട് എന്ന് അവർ നേരത്തെ പറഞ്ഞിരുന്ന അതേ നിലപാടിൽ ഉറച്ചുകൊണ്ട് തന്നെയാണ്. അമ്മ നേരത്തെ ഉണ്ടായിരുന്ന നിലപാടിൽ നിന്ന് ഒരു തരത്തിലും വ്യതിചലിക്കുകയോ ഒരു പുനർവിചിന്തനം നടത്തുകയോ ചെയ്തിട്ടില്ല എന്ന് തന്നെ വ്യക്തമാണ് അവരുടെ ഈ പത്രക്കുറിപ്പിൽ. അതിന്റെ അവസാന ഭാഗത്ത് മാത്രമാണ് പറയുന്നത് 24-ാം തീയതി, അടുത്ത മാസം 24-ാം തീയതി ഇനി ഒരു പ്രത്യേക ജനറൽ ബോഡി യോഗം വിളിക്കും. അതിൽ ചട്ടങ്ങൾക്ക് അതീതമായി ധാർമ്മികതയിൽ ഊന്നിയുള്ള ഒരു തീരുമാനം ഉണ്ടാകും എന്ന് പറയുന്ന അവരുടെ ആ ഒരു വരി മാത്രമാണ് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളത്. ദിലീപ് ഇപ്പോഴും സംഘടനയ്ക്ക് ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. ഒരുപക്ഷെ 24 ചേർന്ന ജനറൽ ബോഡി യോഗത്തിൽ കൂട്ടായ തീരുമാനമെടുത്ത് ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ, നമുക്കറിയാം ബോളിവുഡിലും ഹോളിവുഡിലും അടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ്, വലിയ തരത്തിലുള്ള പിന്തുണയാണ് സ്ത്രീ ചലച്ചിത്ര പ്രവർത്തകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നടികർ സംഘം പ്രസിഡന്റായ വിശാൽ പറയുകയുണ്ടായി, തമിഴ്നാട്ടിലും തമിഴ് സിനിമാ സംഘടനയ്ക്കുള്ളിലും ഒരു പ്രത്യേക വനിതാ സംഘടന ആരംഭിക്കും എന്ന്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ബോളിവുഡിലെ 11 സ്ത്രീ ചലച്ചിത്ര പ്രവർത്തകരാണ് പീഡകർക്കൊപ്പം തങ്ങൾ ഇനി ജോലി ചെയ്യില്ല, നന്ദിത ദാസ്, ഗൗരി ഷിൻഡെ അടക്കമുള്ള 11 സ്ത്രീ സംവിധായകരാണ് പീഡകർക്കൊപ്പം തങ്ങൾ ഇനി ജോലി ചെയ്യില്ല എന്ന് വ്യക്തമാക്കിയത്. ആമിർ ഖാനും ഭാര്യയും ഒരു പ്രൊജക്റ്റിൽ നിന്ന് തന്നെ പിന്മാറുകയുണ്ടായി. അതുപോലെ തന്നെ ഫാൻഡം മൂവീസ് അവരുടെ ഒരു പ്രൊജക്ട് ഉപേക്ഷിക്കുകയുണ്ടായി. അങ്ങനെ ബോളിവുഡിലും ഹോളിവുഡിലും അടക്കം സിനിമാ പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് സ്ത്രീ പ്രവർത്തകർക്ക് വലിയ തരത്തിലുള്ള പിന്തുണ കിട്ടുമ്പോഴാണ് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമാ സംഘടന സ്ത്രീ ചലച്ചിത്ര പ്രവർത്തകരെ ഇത്ര കണ്ട് ഹീനമായി അവഗണിക്കുന്നത്. സനീഷ്, അതാണ്. വളരെ നന്ദി ഗോപിക വിവരങ്ങൾ നൽകിയതിന്. WCCക്ക് മറുപടിയുമായി അമ്മയുടെ വിശദീകരണം വക്താവ് ജഗദീഷിന്റെ ഇതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഈ ദിലീപിനെ കുറ്റക്കാരനെന്ന് ഇപ്പോൾ പറയാനാവുകയില്ല എന്ന അവരുടെ പ്രഖ്യാപിത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അവർ. കോടതി വിധി വരും വരെ ദിലീപ് നിരപരാധിയാണ് എന്ന അഭിപ്രായമുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അപരാധിയാണ് എന്ന അഭിപ്രായം ധാർമ്മികതയിൽ നിന്നുണ്ടാകുന്നതാണ്. നിരപരാധിയാണ് എന്ന നിലപാട് നിയമപരമായിട്ട് വരുന്നതാണ്. ധാർമ്മികമായിട്ടുള്ള തീരുമാനം ഉണ്ടാകും ഞങ്ങളുടെ ജനറൽ ബോഡി യോഗത്തിൽ എന്നാണ് അവർ വിശദമായ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. മറ്റു വാർത്തകളിലേക്ക്. നടി രേവതിക്കെതിരെ ബാലാവകാശ കമ്മീഷനിൽ പരാതി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് അറിഞ്ഞിട്ടും പോലീസിനെ അറിയിച്ചില്ല എന്നാണ് പരാതി. ഇത്രകാലം വിവരം മറച്ചുവെച്ച രേവതിയെ കമ്മീഷൻ വിളിച്ചു വരുത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, ആരുടേതാണ് പരാതി? വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, കോഴിക്കോട് കുന്നമംഗലം സ്വദേശി നൌഷാദ് തെക്കയിലാണ് ഇത് സംബന്ധിച്ച് ബാലാവകാശ കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. നടി രേവതിക്കെതിരെയാണ് പരാതി. പ്രായപൂർത്തിയായ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് അറിഞ്ഞിട്ടും പോലീസിനെ അറിയിച്ചില്ല എന്നാണ് പറയുന്നത്. ഈ സംബന്ധിച്ച് രേവതി കഴിഞ്ഞ ദിവസം എറണാകുളം പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ ഈ സംഭവം പറഞ്ഞിരുന്നു. കാരണം 17-കാരിയായ പെൺകുട്ടി അലറിക്കരഞ്ഞുകൊണ്ട് വരികയും താൻ അവരെ സംരക്ഷിക്കുകയും ചെയ്തിരുന്നെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് പീഡനമാണെന്നും ഈ പീഡനം പുറത്തു പറയാതെ മറച്ചു വെച്ചിരിക്കുകയാണ് രേവതി ഇത്രയും കാലം. അതുകൊണ്ട് തന്നെ രേവതിക്കെതിരെ നടപടിയെടുക്കണം, രേവതിയെ കമ്മീഷൻ വിളിച്ചു വരുത്തി നിയമ നടപടി സ്വീകരിക്കണം എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരാതിയിലുള്ളത്. സനീഷ്, നന്ദി വിനേഷ് വിവരങ്ങൾക്ക്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. മീ ടു ക്യാമ്പയിനിൽ കുടുങ്ങിയ മന്ത്രി MJ അക്ബറിന്റെ രാജി വൈകുന്നതിൽ BJPയിലും ആശയക്കുഴപ്പം. വിദേശത്ത് നിന്നെത്തിയ ഉടൻ രാജി ഉണ്ടാകുമെന്നായിരുന്നു വിലയിരുത്തൽ. MJ അക്ബർ മന്ത്രിസ്ഥാനത്ത് തുടരുന്നതിൽ NDA സഖ്യകക്ഷിയായ ശിവസേനയും RSSും വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. വിവരങ്ങളുമായി KP അഭിലാഷ് ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അഭിലാഷ്, അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് കാര്യങ്ങൾ പോകുമോ? ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എന്താണ് കരുതിയിരിക്കുന്നത്? സനീഷ്, കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി MJ അക്ബറിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അഭ്യൂഹങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത്. സ്ഥിരീകരണത്തിലേക്ക് പോകാൻ BJPയോ NDAയോ കേന്ദ്ര സർക്കാരോ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ രാവിലെയായിരുന്നു MJ അക്ബർ വിദേശ പര്യടനം കഴിഞ്ഞ് തിരികെ എത്തിയത്. നേരത്തെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയും പിന്നീട് നിലപാട് വ്യക്തമാക്കാമെന്ന് പറയുകയുമായിരുന്നു. വൈകിട്ടോടുകൂടി അദ്ദേഹത്തിന്റെ ട്വീറ്റ് പുറത്തു വരുന്നു. എല്ലാ ആരോപണങ്ങളും, വനിതാ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളെയും MJ അക്ബർ തള്ളിക്കളയുകയായിരുന്നു. അതോടൊപ്പം തന്നെ നിയമ നടപടികളിലേക്ക് MJ അക്ബർ പോകുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വനിതാ മാധ്യമ പ്രവർത്തകർ ഉന്നയിച്ച ആരോപണങ്ങൾ ആസൂത്രിതമാണ്, ഇത് ഗൂഢാലോചനയാണ് എന്ന തരത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുക, കോടതിയെ സമീപിക്കുക എന്ന നിലയിലേക്കാണ് ഇപ്പോൾ MJ അക്ബറിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. അതേസമയം കേന്ദ്ര സർക്കാരോ BJP ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് ഇപ്പോഴും സ്വീകരിച്ചിട്ടുണ്ടോ എന്നതിൽ അവ്യക്തതയുണ്ട്. കാരണം ഇങ്ങനെ ഒരു കീഴ്വഴക്കം, അതായത് ഒരു മന്ത്രിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നു, അതാകട്ടെ ആ മന്ത്രി ഔദ്യോഗികമായി പദവിയിൽ ഇരുന്നപ്പോൾ
ഇപ്പോൾ ഉള്ളതല്ല, മറിച്ച് 1994 കാലഘട്ടത്തിലാണ് ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നത്. അന്ന് അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനുമായിരുന്നു, കോൺഗ്രസ്സുകാരനുമായിരുന്നു ആ കാലഘട്ടത്തിൽ എന്ന വസ്തുതയുണ്ട്. ഇങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 20 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ വെളിപ്പെടുത്തലുണ്ടാകുമ്പോൾ അത്തരം വെളിപ്പെടുത്തലുടെ പശ്ചാത്തലത്തിൽ ഒരു മന്ത്രി രാജിവെക്കുക എന്നത് തെറ്റായ ഒരു കീഴ്വഴക്കൻ രാഷ്ട്രീയത്തിൽ, അത് NDAയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്കെതിരെയും ഇങ്ങനെ കീഴ്വഴക്കങ്ങൾ, ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായാൽ ഉടൻ നടപടി സ്വീകരിക്കുക എന്നതിലേക്ക് പോവുക എന്നത് ശരിയായ ഒരു കീഴ്വഴക്കമല്ല എന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണം ഇപ്പോൾ BJPയിലുണ്ട്. അതിന്റെ ഭാഗമായാണ് രാജിയുമായി ബന്ധപ്പെട്ട നിലപാടുകൾ വൈകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഇനി നിർണായകമാകുന്നത് തീർച്ചയായും പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾ തന്നെയായിരിക്കും. കോൺഗ്രസിന്റെ പ്രതികരണം ഇപ്പോഴും അതിശക്തമല്ല എന്നത് ഓർത്തെടുക്കേണ്ടതുണ്ട്. ഈ വിഷയം ഉന്നയിക്കപ്പെട്ടതിന് ശേഷം രാഹുൽ ഗാന്ധി 2 തവണ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. മീറ്റു ക്യാമ്പയിനെ പൂർണ്ണമായും പിന്തുണച്ചപ്പോഴും MJ അക്ബറിന്റെ രാജിക്കാര്യത്തിലുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പിന്നീട് പ്രതികരിക്കാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്തായാലും മധ്യപ്രദേശിൽ ഇന്ന് രാഹുൽ ഗാന്ധി പര്യടനം നടത്തുന്നുണ്ട്, പൊതുവേദികളിലടക്കം അദ്ദേഹം സംസാരിക്കുന്നുമുണ്ട്. ഈ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് തീർച്ചയായും പ്രസക്തിയുണ്ട്. അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് കണ്ടറിയണം. അതോടൊപ്പം തന്നെ CPIയും ഈ വിഷയത്തിൽ, അതായത് പോളിറ്റ് ബ്യൂറോ നേരത്തെ തന്നെ MJ അക്ബറിന്റെ രാജി ആവശ്യപ്പെട്ടതാണ് എങ്കിൽ പോലും ഒരു പ്രത്യക്ഷമായ പ്രതിഷേധത്തിലേക്ക് CPIയും ഈ ഘട്ടത്തിലും കടന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തെ ഇതേ ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നുണ്ട്. പ്രതിച്ഛായ എന്നത് ഏത് നിമിഷവും തകരാവുന്ന സാഹചര്യമുണ്ട്. നേരത്തെ നടന്ന സംഭവങ്ങളുടെ പേരിൽ ആരെങ്കിലും ആരോപണവുമായി രംഗത്തെത്തിയാൽ അതിന്റെ വസ്തുത അന്വേഷിക്കേണ്ടതുണ്ട്. വസ്തുത അന്വേഷിച്ച ശേഷം ഇത്തരം ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എങ്കിൽ മാത്രമാണ് അന്വേഷണമോ നടപടികളോ ആവശ്യമുള്ളൂ എന്ന ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ BJP എത്തിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ കൃത്യമായി പ്രതികരിക്കാൻ സാധിക്കും. കാരണം ആരോപണം ഉയർന്ന ഉടൻ തന്നെ വനിതാ ശിശുക്ഷേമ മന്ത്രി മേനകാ ഗാന്ധി പറഞ്ഞത് ഇത്തരം ആരോപണങ്ങളെ ഗൗരവമായി കാണുന്നു, എത്ര ഉന്നതനായാലും അന്വേഷണം നേരിടണം. അതിനുശേഷമാണ് 4 അംഗ ജുഡീഷ്യൽ സമിതിയെ, അതായത് വിരമിച്ച ജഡ്ജിമാരുടെ പാനൽ ഇത്തരം ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കും. അതിനുശേഷം ഇതിന് നിയമസാധുതയുണ്ടോ എന്ന് പരിശോധിക്കും. ഇപ്പോൾ വനിതാ മാധ്യമ പ്രവർത്തകർ ഉന്നയിക്കുന്ന വെളിപ്പെടുത്തലുകളിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമോ എന്ന് ഈ പാനൽ നിർദ്ദേശിക്കും. അങ്ങനെയെങ്കിൽ നിയമ നടപടികളുമായി പോകാൻ സർക്കാർ ഒരുക്കമാണ്. മീറ്റു ക്യാമ്പയിന് പൂർണ്ണമായ പിന്തുണയാണ് NDA സർക്കാർ, BJP സർക്കാർ നൽകുന്നത് എന്ന പ്രതീതി ഒരു ഭാഗത്ത് സൃഷ്ടിക്കുവാനും സർക്കാരിന് വളരെ കൃത്യമായി സാധിക്കുന്നുണ്ട്. സനീഷ്, നന്ദി അഭിലാഷ് വിവരങ്ങൾക്ക്. ശബരിമലയിൽ സമവായ ശ്രമം. ശബരിമല സ്ത്രീ പ്രവേശന വിധിയുടെ പശ്ചാത്തലത്തിൽ NDA നടത്തുന്ന ലോങ് മാർച്ച് ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും. സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്ന സമാപന സമ്മേളനം BJP ദേശീയ ജനറൽ സെക്രട്ടറി മുരളീധര റാവു ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് കാർത്തിക് ചേരുന്നു. കാർത്തിക്, എപ്പോഴാണ് സമാപന പരിപാടി? ആരൊക്കെയാണ് നേതാക്കളായിട്ടുണ്ടാവുക? മറ്റു വിശദാംശങ്ങൾ എന്താ? സനീഷ്, ശബരിമല സ്ത്രീ പ്രവേശനത്തിനെതിരെ NDA നേതൃത്വം നൽകുന്ന ലോങ് മാർച്ച് ഇന്ന് തലസ്ഥാനത്ത് സമാപിക്കും. മാർച്ച് ഇന്നലെ തന്നെ നഗരത്തിൽ പ്രവേശിച്ചിരുന്നു. ഇന്നലെ കഴക്കൂട്ടത്താണ് യാത്ര അവസാനിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള നയിക്കുന്ന ശബരിമല സംരക്ഷണ യാത്ര ഇന്നലെ തലസ്ഥാന ജില്ലയിലെത്തി. ആറ്റിങ്ങൽ മാമത്ത് ചലച്ചിത്ര താരം സുരേഷ് ഗോപി MP യാത്രയ്ക്ക് സ്വീകരണം നൽകി. തുടർന്ന് ഇന്നലെ കഴക്കൂട്ടത്ത് യാത്ര അവസാനിപ്പിച്ചു. ഇന്ന് പട്ടത്തു നിന്നാണ് യാത്ര പുനരാരംഭിക്കുക. പട്ടം ജംഗ്ഷനിൽ ഇതിനോടകം തന്നെ BJP പ്രവർത്തകരും പോഷക സംഘടനകളുടെ പ്രവർത്തകരും കേന്ദ്രീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്ന് പദയാത്രയായി സെക്രട്ടേറിയറ്റിലേക്ക് നീങ്ങും. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് യാത്രയുടെ സമാപനം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അതിനുശേഷം പ്രതിഷേധ ധർണയുണ്ടാവും. BJP അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മുരളീധർ റാവു അടക്കമുള്ളവർ ഈ പ്രതിഷേധ ധർണയിൽ അണിനിരക്കും. അതോടൊപ്പം തന്നെ കർണാടകയിൽ നിന്നുള്ള 6 BJP MLA-മാരും ഇന്നത്തെ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തും. മുതിർന്ന BJP ദേശീയ നേതാക്കളും ഈ യാത്രയിൽ പങ്കെടുക്കും എന്നാണ് BJPയുടെ ജില്ലാ നേതാക്കൾ അവകാശപ്പെടുന്നത്. പ്രധാനമായും പന്തളത്ത് നിന്ന് ആരംഭിച്ച യാത്ര 5 ദിവസം 4 ജില്ലകൾ പിന്നിട്ട് ഇന്ന് തലസ്ഥാനത്ത് സമാപിക്കുന്നു. BJP അവരുടെ സംഘടനാ സംവിധാനം മുഴുവൻ വിനിയോഗിച്ച് ഈ സമാപന സമ്മേളനത്തിൽ പരമാവധി പ്രവർത്തകർ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാക്കാൻ അവർ ശ്രമിക്കുന്നു. ഇതിനോടകം തന്നെ പ്രവർത്തകർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 50,000-ലധികം വരുന്ന പ്രവർത്തകരെ ഇന്ന് അണിനിരത്തുമെന്നാണ് BJP ജില്ലാ നേതാക്കൾ അവകാശപ്പെട്ടിരുന്നത്. ഏതായാലും 10:30 പട്ടത്തു നിന്ന് മാർച്ച് ആരംഭിക്കും എന്നായിരുന്നു അറിയിച്ചിരുന്നത്. നിശ്ചയിച്ചതിലും അരമണിക്കൂറോളം ഇനിയും വൈകാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് പദയാത്രയായാണ് സെക്രട്ടേറിയറ്റിലേക്ക് നീങ്ങുക. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് തുടർന്ന് പ്രതിഷേധ ധർണ നടക്കുക. ആ ധർണയിൽ BJP അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മുരളീധർ റാവു അടക്കമുള്ളവർ പങ്കെടുക്കും. ഇവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ, ഈ കാര്യത്തിൽ വിധി സുപ്രീം കോടതിയുടെ ആണെങ്കിലും സംസ്ഥാന സർക്കാർ
സ്വീകരിച്ച നിലപാടുകളാണ് ഈ യാത്രയിലുടനീളം BJP ചർച്ചയാക്കിയത്. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഈ വിഷയം കൂടുതൽ രൂക്ഷമാക്കി നിലനിർത്താൻ തന്നെയാണ് BJPയുടെ ശ്രമം. നാളെ രണ്ടാം ഘട്ടമായി പത്തനംതിട്ടയിൽ വിശ്വാസികളുടെ സംഗമം നടക്കും. ഈ വിശ്വാസികളുടെ സംഗമം BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. ഏതായാലും സമരം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. ഇന്ന് BJPയുടെ ലോങ് മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമാപിക്കും. സനീഷ്. കാർത്തിക്, നിരവധി ഈ സംഘപരിവാര സംഘടനകൾ NDAയുടെ നേതൃത്വത്തിലുള്ളത് മാത്രമല്ല പല തരത്തിലുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെയും പിന്തുണ പലയിടങ്ങളിലായിട്ട് ഈ പ്രതിഷേധ പരിപാടികൾക്കുണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെയും ഈ വിശ്വാസികളുടെ സമരത്തോട് ഐക്യം പ്രകടിപ്പിക്കുന്ന കാഴ്ചയും കണ്ടിരുന്നു. അതുപോലുള്ള ഇവരുടെ NDAക്ക് പുറത്തുള്ള നേതാക്കളും പ്രവർത്തകരും മറ്റുമൊക്കെ ഇന്നത്തെ ലോങ് മാർച്ചിൽ പങ്കെടുക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട്? അങ്ങനെ വല്ല കാര്യങ്ങളും അവർ അറിയിക്കുന്നുണ്ടോ? പ്രവർത്തക പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാക്കുക തന്നെയാണ് അവരുടെ ലക്ഷ്യം. ഇപ്പോൾ പട്ടം ജംഗ്ഷനിൽ എത്തുന്നതിൽ ഭൂരിഭാഗവും BJP പ്രവർത്തകർ തന്നെയാണ്. NDAയുടെ BDJSന്റെ പ്രവർത്തകരും നൂറുകണക്കിന് പേർ ഇതിനോടകം തന്നെ പട്ടത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കേന്ദ്രീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. BDJS കൂടാതെ മറ്റ് പ്രവർത്തകരെ ആരെയും തന്നെ അവരുടെ പതാകകളൊന്നും തന്നെ കാണാൻ സാധിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. ഏതായാലും BJP നേതൃത്വം നൽകുന്ന ഈ മാർച്ചിൽ സജീവമായി BDJS പങ്കെടുക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ മറ്റ് ജില്ലകളിലടക്കം വിവിധ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ സമാനമായ പ്രതിഷേധം നടന്നു. ഇന്നലെ തലസ്ഥാനത്തും സമാനമായ പ്രതിഷേധം നടക്കുകയുണ്ടായി. അഖിലേന്ത്യാ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ തലസ്ഥാനത്ത് ഒരു ലോങ് മാർച്ച് സമാപിച്ചത്. പ്രവീൺ തൊഗാഡിയ അടക്കം BHPയുടെ മുൻ വർക്കിംഗ് പ്രസിഡന്റുമാർ ഈ യാത്രയിൽ പങ്കെടുത്തു എന്നത് ശ്രദ്ധേയമാണ്. ഇങ്ങനെ വിശ്വാസികളുടെ പേര് പറഞ്ഞ് വിവിധ നേതൃത്വത്തിൽ BJPയുടെ നേതൃത്വത്തിലും മറ്റ് പരിവാർ സംഘടനകളുടെ നേതൃത്വത്തിലും പ്രതിഷേധം ഒരു വശത്ത് ശക്തമാകുന്നു. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ പ്രതിഷേധം ശക്തമാകുമ്പോൾ ഒരു സമവായത്തിലുള്ള നീക്കങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതും ശ്രദ്ധേയമാണ്. നാളെ അനുരഞ്ജന ചർച്ച വിളിച്ചിട്ടുണ്ട്. ഈ അനുരഞ്ജന ചർച്ചകളിൽ തന്ത്രി കുടുംബത്തെയും പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള പ്രതിനിധികളെയും ക്ഷണിച്ചിട്ടുണ്ട്. ഇവരടക്കം ഈ ചർച്ചയിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. ഇതിനനുസരിച്ചായിരിക്കും ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ. പക്ഷേ BJP ഈ വിഷയത്തിൽ ഇതുവരെ പിന്തുടർന്നു വന്ന പ്രതിഷേധ പരിപാടികൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ തന്നെയാണ് BJP പ്രചരണത്തിനുടനീളം മുന്നോട്ട് വയ്ക്കുന്നത്. കാർത്തിക്, വിവരങ്ങൾക്ക്. ശബരിമലയിൽ പോകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നെന്നും സർക്കാർ സംരക്ഷണം ഒരുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കണ്ണൂർ സ്വദേശിനി രേഷ്മ നിശാന്ത് ന്യൂസ് 18നോട്. കൂടുതൽ യുവതികൾ ശബരിമല ദർശനത്തിനായി വ്രതമെടുക്കുന്നുണ്ട് എന്നും രേഷ്മ പറഞ്ഞു. രേഷ്മയ്ക്ക് പ്രചോദനമായി ഒപ്പം നിൽക്കുമെന്ന് ഭർത്താവ് നിശാന്ത് ബാബു വ്യക്തമാക്കി. ഈ മണ്ഡലകാലത്ത് തന്നെ ശബരിമലയിലെത്തി ശാസ്താവിനെ ദർശിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച രേഷ്മയാണ് ഇപ്പോൾ എന്നോടൊപ്പമുള്ളത്. രേഷ്മ സ്വതവേ ഒരു അയ്യപ്പ ഭക്തയാണോ? ഞാനൊരു വിശ്വാസിയാണ്. അങ്ങനെ ഇന്ന അയ്യപ്പൻ അല്ലെങ്കിൽ ശിവൻ അങ്ങനൊന്നുമില്ല, ഞാനൊരു വിശ്വാസിയാണ്. അപ്പോൾ ഈ അയ്യപ്പ ഭക്ത എന്ന നിലയിൽ ഇത്തവണ മല കയറാനും വ്രതം നോറ്റ് അവിടെ പോകാനുമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ പുറത്തുള്ള അതിനെതിരെയുള്ള വലിയൊരു പ്രതിഷേധം നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ബോധവതിയാണോ? ഈ ആചാരനിഷ്ഠകളെ ഒക്കെ പാലിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണോ രക്ഷ്മയുള്ളത്? തീർച്ചയായിട്ടും സർക്കാരിൻ്റെ പൂർണ്ണമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ കൂടെ ഉണ്ടാവുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് ആളുകൾ പ്രതിഷേധവുമായി എത്തുകയൊക്കെ ചെയ്തു വരുന്നു. അത് ഭയപ്പെടുത്തിയില്ലേ ഒട്ടും അത്തരം വിഷയങ്ങളൊന്നും തന്നെ? എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാര്യം ഇത് നമ്മൾ ഇങ്ങനൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ തന്നെ എന്തൊക്കെ തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാവും എന്നുള്ള ഏതാണ്ട് ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പേടിയോ കാര്യമോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഈ ശബരിമല എന്നത് നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് ആയ അയ്യപ്പനാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്നതാണ് അവർ പ്രധാനമായും അതിൻ്റെ യുവതീ പ്രവേശനത്തെ എതിർക്കുന്ന ആളുകൾ പറയുന്ന ഒരു പ്രധാന കാര്യം. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രതിഷ്ഠ അവിടെ നിലനിൽക്കുമ്പോൾ അത്തരം വിശ്വാസങ്ങളുണ്ടോ? അത് ഇതിനെ ബാധിക്കും? രേഷ്മയുടെ അങ്ങോട്ടുള്ള യാത്ര അതിനെ ബാധിക്കും എന്ന് കരുതുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ അയ്യപ്പൻ്റെ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിൽ ഒരുപാട് കാലം വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ കുറച്ച് ഈ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ശബരിമലയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് 1991 വരെയുള്ള വർഷങ്ങളിൽ അവിടെ തിരുവിതാംകൂർ മഹാറാണി അതുപോലെ തന്നെ സാധാരണ സ്ത്രീകൾ അവിടെ പ്രവേശിച്ചിട്ടുണ്ട്. അവിടെ ചോറൂണുകൾ അതുപോലെയുള്ള ചടങ്ങുകളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ അവിടെ ഓൾറെഡി കയറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അന്നൊന്നും നഷ്ടപ്പെടാത്ത നൈഷ്ഠിക ബ്രഹ്മചര്യം ഞാൻ എന്ന ഒരു പെൺകുട്ടി ഇന്ന് കയറിയതുകൊണ്ട് നഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.
ഇതിൽ മറ്റൊരു പ്രധാന ചോദ്യം ഉയർന്നു വരുന്നത് രേഷ്മ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണോ പോകുന്നത്, അതോ സ്ത്രീ സമത്വം നിലനിർത്തണമെന്ന ആഗ്രഹത്തിന്റെ ഭാഗമായാണോ പോകുന്നത്, അതോ വെറും അയ്യപ്പനെ കാണുക എന്ന ഒരു വിശ്വാസിയുടെ മനസ്സോടുകൂടിയാണോ പോകുന്നത്? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഒരിക്കലും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടല്ല ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നത് എന്ന് പറയുന്നത് വിശ്വാസികളായിട്ടുള്ള ഒരു സ്ത്രീ സമൂഹം ഇതിന് തയ്യാറായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ പലതും പേടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ജീവനിൽ കൊതിയുള്ളത് കൊണ്ടോ ഒക്കെയാണ് അവരിതിന് മുമ്പോട്ട് വരാത്തത്. അപ്പോൾ ആരെങ്കിലും ഒരാൾ തയ്യാറായി കഴിഞ്ഞാൽ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും കൂടെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ഒരു കൂട്ടം പെണ്ണുങ്ങൾ ഇതിന് തയ്യാറായിട്ട് ഉണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. ബേസിക്കലി ഞാനൊരു വിശ്വാസിയാണ്, വിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ് പോകുന്നത്. എന്നോടൊപ്പം രേഷ്മയുടെ ഭർത്താവും ഉണ്ട്, നിഷാന്ത് ബാബു. നിഷാന്ത് ബാബു, ഭാര്യ ഇത്തരം ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അതിനെന്തായിരുന്നു കുടുംബത്തിൻ്റെ ഒരു പിന്തുണ? എങ്ങനെയായിരുന്നു? അവരെ സപ്പോർട്ടീവായിരുന്നോ? തീർച്ചയായും ഞങ്ങൾ കുടുംബത്തിൻ്റെ എൻ്റെ സപ്പോർട്ട് അവൾ ആദ്യം എന്നോടാണ് ആഗ്രഹം പറഞ്ഞത്. അപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അവൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ, അവളുടെ ദൈവത്തിൽ വിശ്വസിക്കാനും അത് ആരാധന നടത്താനും പോകാനും അമ്പലത്തിൽ പോകാനും ഒക്കെ അവകാശമുണ്ട്. അപ്പോൾ ഞാനതിന് പിന്തുണ കൊടുത്തു. ഏതായാലും ഇതിൻ്റെ പൂർണ്ണമായ വ്രതാനുഷ്ഠാനത്തോടു കൂടി തന്നെ അതിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെയാണ് ശബരിമലയിലേക്ക് തീർച്ചയായിട്ടും ഏതായാലും എടുത്തുകൊണ്ട് തന്നെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. വലിയൊരു മാറ്റം സമൂഹത്തിൽ ഈ ഒരു രേഷ്മയുടെ ശബരിമല സന്ദർശനത്തോടു കൂടി ഉണ്ടാകും എന്നാണോ കരുതുന്നത്? ഉണ്ടാവണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഏതായാലും തൻ്റെ ശബരിമല സന്ദർശനത്തോടുകൂടി സമൂഹത്തിൽ വലിയ ഒരു മാറ്റമുണ്ടാകും എന്നാണ് രേഷ്മ പറയുന്നത്. ക്യാമറമാൻ സുമേഷ് മോറാഴയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. ശബരിമലയിൽ പോകാൻ രേഷ്മയ്ക്ക് സർക്കാർ പിന്തുണയെന്ന് മന്ത്രി ഇ പി ജയരാജൻ. രേഷ്മയ്ക്ക് ഇഷ്ടമുള്ള ദൈവത്തിൽ വിശ്വസിക്കാൻ അവകാശമുണ്ട്. ശബരിമലയിൽ പോകുന്ന എല്ലാവർക്കും സർക്കാർ സുരക്ഷ ഒരുക്കും. രേഷ്മയ്ക്കെതിരെ വെല്ലുവിളി നടത്തിയത് RSS ആണെന്നും ഇ പി ജയരാജൻ ആരോപിച്ചു. സ്ത്രീകൾക്ക് മാത്രമല്ല, എല്ലാവർക്കും, ശബരിമലയിൽ പോകുന്ന എല്ലാവർക്കും പൂർണ്ണ സംരക്ഷണം ഉറപ്പുവരുത്തി. അങ്ങനെ ഒരാൾ ദൈവവിശ്വാസിയാകുമ്പോൾ അതിനെ എന്തിനാ എതിർക്കാൻ പോകേണ്ട കാര്യം? അതിനെന്തിനാ ഭയപ്പെടുത്തുന്നത്? വീട്ടിലല്ലേ പ്രാർത്ഥന? അയ്യപ്പ പൂജ നടക്കുന്നത് വീട്ടിൽ വെച്ച് അടുത്തുള്ള സമീപവാസികളെല്ലാം കൂടി ചേർത്തുകൊണ്ട് അയ്യപ്പ പൂജ നടത്തുകയാണ്. ആ പൂജ അലങ്കോലപ്പെടുത്തുകയല്ലേ? ഇത് ഏത് ദൈവവിശ്വാസമാണ്? ഇത് BJP RSS സംഘപരിവാർ ഏത് ദൈവത്തിന് വേണ്ടിയിട്ട് നടത്തുന്നതാണ്? ഏത് വിശ്വാസികൾക്ക് വേണ്ടി നടത്തുന്നതാണ്? അതുകൊണ്ട് തീർച്ചയായും ദൈവവിശ്വാസികൾക്ക് അവർക്ക് പ്രാർത്ഥിക്കാനും ഇഷ്ടമുള്ള ദൈവത്തിൽ പ്രാർത്ഥന അർപ്പിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവകാശവും ഇന്ത്യയിലുണ്ട്. അതാണ് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത്. അതാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. അത് നടപ്പിലാക്കാൻ ഗവൺമെൻറ്റുകൾ ബാധ്യസ്ഥരുമാണ്. ശബരിമല വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ബ്രാഹ്മിൺ അസോസിയേഷനും സുപ്രീം കോടതിയിൽ ഹർജി നൽകി. നൈഷ്ഠിക ബ്രഹ്മചാരി സങ്കല്പത്തിന്റെ പ്രത്യേകതകൾ പരിഗണിക്കാതെയാണ് കോടതിയുടെ വിധി. അയ്യപ്പ ഭക്തർ പ്രത്യേക വിഭാഗമാണോ അല്ലയോ എന്നത് കോടതിക്ക് തീരുമാനിക്കാനാകില്ലെന്നും ഹർജിയിൽ പറയുന്നു. സർക്കാരുമായുള്ള സമവായ ചർച്ചയിൽ സ്വീകരിക്കേണ്ട നിലപാട് ചർച്ച ചെയ്യാൻ പന്തളം രാജകുടുംബം അല്പസമയത്തിനകം യോഗം ചേരും. ചർച്ചയിൽ പങ്കെടുക്കാനാണ് കുടുംബാംഗങ്ങളുടെ ആലോചന. മുൻ മേൽശാന്തിമാരുടെ നേതൃത്വത്തിൽ പന്തളത്ത് പ്രാർത്ഥനായത്നം നടത്തി. വിവരങ്ങളുമായി പന്തളത്ത് നിന്നും ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, ആരൊക്കെയാണ് ഇവരുടെ ഈ യോഗത്തിനകത്തുണ്ടാവുക? എന്ത് തീരുമാനങ്ങളായിരിക്കും അവർ സ്വീകരിക്കുക? പന്തളം രാജകൊട്ടാരത്തിലെ മുതിർന്ന പ്രതിനിധിയായ ശശികുമാര വർമ്മയുടെ നേതൃത്വത്തിലായിരിക്കും ഇന്ന് യോഗം ചേരുക. 11 മണിയോടുകൂടി ഈ യോഗം ചേരണം എന്നാണ് തീരുമാനം. ഇതിൽ വിവിധ വിശ്വാസികളുടെ സംഘടനാ പ്രതിനിധികളെയും പങ്കെടുപ്പിക്കും. ഒപ്പം ശബരിമലയിലെ മുൻ മേൽശാന്തിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നാളത്തെ യോഗത്തിൽ, സർക്കാരുമായുള്ള യോഗത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ചാണ് ഈ യോഗം ഇന്ന് തീരുമാനമെടുക്കുകയും ചെയ്യുക. ഇന്ന് ശബരിമലയിലെ മുൻ മേൽശാന്തിമാരുടെ നേതൃത്വത്തിൽ ഇവിടെ കൊട്ടാരത്തിന് സമീപമുള്ള കൈപ്പുഴ കൊട്ടാരത്തിന് സമീപമുള്ള ക്ഷേത്രത്തിൽ പ്രത്യേകം പ്രാർത്ഥനാ യജ്ഞം നടന്നു. അതിപ്പോഴും തുടരുകയാണ്. ശബരിമലയിലെ മുൻ മേൽശാന്തിമാരൊക്കെ തന്നെ ഈ പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ഈ മേൽശാന്തിമാർ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കും. 11 മണിയോടുകൂടിയാണ് അത്തരമൊരു യോഗം ചേരുകയും ചെയ്യുക. ആ യോഗത്തിന് ശേഷമായിരിക്കും നാളത്തെ സർക്കാരുമായുള്ള ചർച്ചയിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഒരു നിലപാട് എടുക്കുക. ഈ നിലപാട് നാളത്തെ ചർച്ചയിൽ അറിയിക്കുകയും ചെയ്യും. സമരത്തിൽ
പങ്കെടുക്കുക എന്നതാണ്, നാളത്തെ ചർച്ചയിൽ പങ്കെടുക്കുക എന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കൊട്ടാരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ഒരു ഏകദേശ ധാരണ, അല്ലെങ്കിൽ അത്തരമൊരു ശ്രമമാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കൊട്ടാരവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്നാൽ ആചാരം തുടരണം എന്ന സമീപനം സ്വീകരിക്കും. അത്തരമൊരു ചർച്ചയാകും. ശബരിമലയിലെ മുൻ മേൽശാന്തിമാരടക്കം ഈ ഇന്നത്തെ ചർച്ചയിൽ 11 മണിക്ക് കൈപ്പുഴ കൊട്ടാരത്തിൽ നടക്കുന്ന യോഗത്തിൽ തീരുമാനിക്കുകയും ചെയ്യുക. എന്തായാലും പ്രാർത്ഥനായജ്ഞം പല രീതിയിൽ തുടരുകയാണ്. കൈപ്പുഴ കൊട്ടാരത്തിന് സമീപത്തെ ക്ഷേത്രത്തിലാണ് ഈ യോഗം പുരോഗമിക്കുകയും ചെയ്യുന്നത്. നാളെ നടക്കുന്ന ഈ പ്രാർത്ഥനായജ്ഞത്തിന് ശേഷമാകും ശബരിമല മേൽശാന്തിമാരും പന്തളം കൊട്ടാരത്തിലെ മുതിർന്ന രാജപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ യോഗം ചേർന്ന് നാളത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട യോഗത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. നന്ദി ശ്യാം. വിവരങ്ങൾക്ക്. പ്രാർത്ഥനായജ്ഞവും വിവിധ യോഗങ്ങളും തുടരുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് തിരിച്ചു വരാം. വാർത്തകൾ തുടരുന്നു. പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത എണ്ണ കമ്പനി മേധാവികളുടെ യോഗം ഡൽഹിയിൽ തുടങ്ങി. രാജ്യത്തെ എണ്ണവില വർധന യോഗം ചർച്ച ചെയ്യും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, കഴിഞ്ഞ ദിവസവും യോഗം നടന്നിരുന്നു. ഇന്നത്തെ യോഗത്തിൽ എന്തെങ്കിലും നിർണായകമായ തീരുമാനങ്ങൾ, ഈ വില വർധന താഴേക്ക് കൊണ്ടുവരാനായി വല്ല തീരുമാനങ്ങളും ഉണ്ടാകുമോ? സനീഷ്, ഇന്നത്തെ പ്രധാനമന്ത്രി വിളിച്ചിരിക്കുന്ന യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അസംസ്കൃത എണ്ണയുടെ ആഗോളതലത്തിലുള്ള വലിയ വിലവർദ്ധനവ് തന്നെയാണ്. അന്താരാഷ്ട്ര തലത്തിലുള്ള എണ്ണക്കമ്പനികളുടെ സിഇഒമാരെയാണ് ഇന്നത്തെ യോഗത്തിനായി വിളിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിയിലാണിപ്പോൾ യോഗം ആരംഭിച്ചിരിക്കുന്നത്. യോഗത്തിൽ പ്രധാനമായും ഈ വിലക്കയറ്റത്തോടൊപ്പം തന്നെയുള്ള മറ്റൊരു അജണ്ട, ഇറാനുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം നിലവിൽ വരാൻ പോവുകയാണ്. ഇന്ത്യ എണ്ണ ഉൽപ്പന്നങ്ങളുടെ 80% ഇറക്കുമതി ചെയ്യുന്നത് ഇറാനിൽ നിന്നാണ്. അതുകൊണ്ട് ഈ ഒരു ഉപരോധം നിലവിൽ വന്നു കഴിഞ്ഞാൽ അത് ഏത് തരത്തിൽ ഇന്ത്യയെ ബാധിക്കുമെന്ന കാര്യമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഉപരോധത്തെ തുടർന്ന് ഇന്ത്യ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ചുകൂടി ഈ യോഗത്തിൽ ധാരണയായേക്കും. അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രമുഖ എണ്ണ കമ്പനികളുടെ സിഇഒമാർ, മേധാവിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല സൗദി ഓയിൽ മിനിസ്റ്ററും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഇറാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം, ഒപ്പം അസംസ്കൃത എണ്ണയുടെ വില വലിയ രീതിയിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചാൽ രാജ്യത്ത് വിലവർദ്ധനവ് കുറയ്ക്കാനാകുമെന്ന കാര്യവും പരിശോധിക്കും. നിതി ആയോഗിന്റെ താങ്കളിലേക്ക് ഇപ്പോൾ KPC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണിക്കുകയാണ്. അതിലേക്ക് ഒരു പൂർണ്ണ ദിവസത്തോവകാശവും വടകരയിൽ മുഴുവൻ പരിസര പ്രദേശത്തും അക്രമം പറഞ്ഞിരിക്കുന്നു. ദയവ് ഇത് അതിനെങ്കിലും മുൻകൈ എടുക്കണം. ഇതിലാ ഈ സെൻസിറ്റീവ് ഇഷ്യൂവിൽ കയറി പിടിക്കുന്നത് ശരിയല്ല. മാത്രമല്ല, വീണ്ടും ആ പ്രശ്നത്തിൽ നിന്ന് രാഷ്ട്രീയം മുതലെടുപ്പെടുത്താൻ സാധിച്ചില്ല. എന്നാൽ മലബാറിലേക്ക് പോകാം. അവിടെയാണ് സുന്നി പള്ളികളിൽ. ആ സുന്നി പള്ളികളിലേക്ക് മുസ്ലിം സ്ത്രീകളെ പ്രവേശിച്ചില്ലെങ്കിൽ കാണാം. ആര് പറഞ്ഞു? അങ്ങനെ ഒരു പ്രശ്നം നിലവിലുണ്ടോ? അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മതവുമായി ബന്ധപ്പെട്ട ആളുകൾ, ആധ്യാത്മിക നേതാക്കന്മാർ, അവരാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ പ്രശ്നമില്ലാത്തടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും സാമുദായിക സംഘർഷങ്ങൾ ഇല്ലാത്തയിടത്ത് ഉണ്ടാക്കുകയും ചെയ്യുന്ന സമീപനം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. കേരളീയ പൊതുസമൂഹമാണ്. രാഷ്ട്രീയമൊക്കെ മറക്കൂ. ആ പൊതുസമൂഹമാണ് ജാഗ്രതയോടുകൂടി ഉണർന്നു പ്രവർത്തിക്കേണ്ടത്. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറയാം, വിശ്വാസികളല്ലേ പോകുക. ശബരിമല തീർത്ഥാടന കേന്ദ്രമാണല്ലോ, അല്ലാതെ ശബരിമല വിനോദസഞ്ചാര കേന്ദ്രമല്ല. വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് അയ്യപ്പ ദേവനോടോ അല്ലെങ്കിൽ ഡയറ്റിയോടോ എനിക്ക് ബഹുമാനമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വ്രതാനുഷ്ഠാനങ്ങളുടെ കൂടെ പോകണമെന്നാണ് പറയുന്നത്. അവിടെ പറയുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഞാനത് ലംഘിക്കില്ല എന്നാണ് പറയുന്നത്. അവിടെ പോയി ഞാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് അവിടുത്തെ ആചാരത്തിൻ്റെ ഭാഗമാണ്. അത് ലംഘിക്കുമെന്ന് പറഞ്ഞാൽ നിയമം ഞാൻ കയ്യിലെടുക്കുമെന്ന് അർത്ഥം. അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. അതെ, ഞാൻ പറഞ്ഞില്ലേ, സംഘർഷത്തിലേക്ക് വന്ന ഒരാളുടെ കൂടെ കോൺഗ്രസ് ഇല്ല. ഞങ്ങൾ ഗാന്ധിയൻ സമരമുറിയാണ്. വീണ്ടും ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസികളുടെ കൂടെ തന്നെയാണ്. ഞാൻ ഈ കാര്യത്തിൽ പണ്ഡിറ്റ് ജവഹർലാലിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. പണ്ഡിറ്റ്ജി എന്താ പറഞ്ഞത്? ഐ മീൻ അഗ്നോസ്റ്റിക്. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം, എനിക്കൊരു വിശ്വാസമില്ല, ഞാനാകെ കൺഫ്യൂസ്ഡാണ്. വേണമെങ്കിൽ അവിശ്വാസിയെന്ന് നിങ്ങൾക്ക് പറയാം. ഞാൻ അമ്പലത്തിൽ പോകാറില്ല, പള്ളിയിൽ പോകാറില്ല, ഗുരുദ്വാരയിൽ ഞാൻ പോകാറില്ല. പക്ഷേ അത് പോകുന്ന ആരാധകൻ്റെ അവകാശം, അത് സംരക്ഷിക്കാൻ വേണ്ടി എത്ര ദൂരവും ഞാൻ അവൻ്റെ കൂടെ പോകും, അവൻ്റെ മുൻപന്തിയിൽ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് തന്നെയാണ് എൻ്റെയും സമീപനം, എൻ്റെ പാർട്ടിയുടെ സമീപനം. ഇത് ഇന്നെടുത്ത നിലപാടല്ല, എല്ലാ കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലപാട് സുവ്യക്തമാണ്. ഓക്കെ. ശബരിമല വിഷയത്തിലടക്കം തങ്ങളുടെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPC പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞത്.
മറ്റു വാർത്തകളിലേക്ക്. ഡീസൽ വിലവർധന സർവകാല റെക്കോർഡിലെത്തിയതോടെ മത്സ്യബന്ധന മേഖല സ്തംഭനത്തിലേക്ക്. സംസ്ഥാനത്ത് മത്സ്യബന്ധനം നടത്തുന്നതിൽ പകുതിയിലധികം ബോട്ടുകളാണ് ഇന്ധനവില താങ്ങാനാകാതെ പ്രവർത്തനം നിർത്തിവെച്ചത്. പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടിയില്ലെന്ന് ബോട്ട് ഉടമകളുടെ സംഘടന ആരോപിക്കുന്നു. കുതിച്ചുയരുന്ന ഇന്ധനവില മത്സ്യബന്ധന മേഖലയും പിടിച്ചുലയ്ക്കുന്നു. ഒരു വർഷത്തിനിടെ ഡീസലിന് 20 രൂപ കൂട്ടിയപ്പോൾ സംസ്ഥാനത്തെ 3800 ബോട്ടുകളിൽ 1500-ലധികം ബോട്ടുകൾ പ്രവർത്തനം നിർത്തിവെച്ചു. ചെറിയ ബോട്ടുകൾക്ക് ഒരു വർഷം 60,000 ലിറ്റർ ഡീസൽ ആവശ്യമാണ്. വലിയ ബോട്ടുകൾക്ക് 90,000 ലിറ്ററും. ദിനം പ്രതിയുള്ള ഡീസൽ വില വർധന ഒരു ബോട്ടിന് മാത്രം വരുത്തിവെക്കുന്നത് വർഷം 12 മുതൽ 18 ലക്ഷം വരെ അധിക ചെലവാണ്. ഈ തുകയാകട്ടെ കണ്ടെത്താനുമാകുന്നില്ല. പ്രതിസന്ധി കൂടിയതോടെ തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികൾ കേരളം വിട്ടുതുടങ്ങി. പടുന്ന മീൻ ഇവിടെ കൊണ്ടുവന്നാലും വില കിട്ടുന്നില്ല. ഞങ്ങൾ ഫുള്ള നഷ്ടമാവുന്നു. പണിക്ക് പോയി ഒരു പ്രയോജനമില്ല. അങ്ങനെയുള്ള ജീവിതം ഓടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഡീസൽ വില മൊത്തം കടല പണിക്കുന്ന ആൾക്കാരെല്ലാം മരിച്ചു പോകത്തുള്ളൂ. വലിയ പ്രതിസന്ധി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ. കാര്യം ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ആ കാര്യത്തിന് പോലും ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. ഇവിടെ இப்போ 4 நாள் 2 நாள் 3 நாள் வலிச்சிட்டு வந்தாலும் எங்களுக்கு எல்லா டீசலுக்கு தான் போட்டுருக்கு. 5-6 பிள்ளைகளை வச்சு நாங்கள் எப்படி கழிக்க முடியும்? എല്ലാ ഡീസലിലും அப்படியே போட்டு. മറ്റ് സംസ്ഥാനങ്ങൾ മത്സ്യബന്ധന മേഖലയിൽ ഡീസലിന് നികുതി ഇളവ് നൽകുമ്പോൾ സംസ്ഥാന സർക്കാർ അവഗണിക്കുകയാണെന്ന് ബോട്ടുടമകളുടെ സംഘടന ആരോപിക്കുന്നു. ഒരു തരത്തിലും ഇനി ബോട്ടുകളും വള്ളങ്ങളും കടലിൽ ഇറക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1500ഓളം ബോട്ടുകൾ ഇപ്പോൾ തന്നെ കെട്ടിക്കഴിഞ്ഞു. ഒരു തരത്തിലും നമുക്ക് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് വരികയാണ്. ഇവിടെ ഇന്ത്യയിൽ ആകെ സബ്സിഡി കിട്ടാത്ത 3 സംസ്ഥാനങ്ങളേ ഉള്ളൂ. ബംഗാളും ഒറീസയും കേരളവും. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ഈ മേഖലയ്ക്ക് കൊടുക്കും. കേരളത്തിൽ 4 ലക്ഷത്തോളം പേരാണ് മത്സ്യബന്ധന മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത്. പ്രളയകാലത്ത് ഒരു നാടിന്റെയാകെ രക്ഷകരായിരുന്ന മത്സ്യത്തൊഴിലാളികൾ ഇന്ന് വലിയ വെല്ലുവിളികളാണ് നേരിടുന്നത്. ഡീസൽ വില വർധനയെ തുടർന്ന് കൂടുതൽ ബോട്ടുകളുടെ പ്രവർത്തനം നിശ്ചലമാകുന്നതും പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ശ്യാംദാസിനൊപ്പം SS ശരൺ, ന്യൂസ് 18. മന്ത്രിമാരുടെ വിദേശയാത്ര മാറ്റിവെക്കില്ല. മുഖ്യമന്ത്രി മുൻ നിശ്ചയപ്രകാരം ഈ മാസം 17-ന് UAE-യിലേക്ക് പോകും. മറ്റു മന്ത്രിമാർ കേന്ദ്ര അനുമതി ലഭിക്കുന്ന മുറയ്ക്കാകും വിദേശത്ത് പോവുക. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് BB അരുൺ ചേരുന്നു. അരുൺ, ഇക്കാര്യത്തിൽ തീരുമാനം സർക്കാർ ഖണ്ഡിതമായി എടുത്തു കഴിഞ്ഞോ? ഒപ്പം ഈ മന്ത്രിമാരുടെ വിദേശയാത്രയ്ക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകാത്ത അനുമതി പിന്നീട് നൽകും എന്ന വിശ്വാസത്തിലാണോ സർക്കാർ? സനീഷ, മന്ത്രിമാരുടെ വിദേശയാത്ര വേണ്ടെന്ന് വച്ചിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി ഒഴികെ ആർക്കും ഇതുവരെ അനുമതി കേന്ദ്രത്തിൽ നിന്നുള്ള ക്ലിയറൻസ് ലഭിച്ചിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇത് ലഭിക്കുമെന്ന പ്രതീക്ഷ സർക്കാർ പങ്കുവയ്ക്കുന്നു. മുഖ്യമന്ത്രി മുൻ നിശ്ചയിച്ച പോലെ 17-ന് ദുബായിലേക്ക് പോവുകയും ചെയ്യും. മറ്റു മന്ത്രിമാരുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് അവരുടെ യാത്ര ഷെഡ്യൂൾ ചെയ്യാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ നിർദ്ദേശം. ഇതുവരെയും ഒരു മന്ത്രിയുടെ യാത്ര വേണ്ടെന്ന് വച്ചിട്ടില്ല. പകരം കേന്ദ്രത്തിൽ നിന്ന് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് അത് നടത്തും. പക്ഷേ ഇപ്പോഴും ആ അനിശ്ചിതത്വം അതേപടി തുടരുകയാണ്. മുഖ്യമന്ത്രിക്ക് മാത്രമേ കേന്ദ്രം അനുമതി നൽകിയിട്ടുള്ളൂ. അത് കേന്ദ്രത്തിലെ ഭരണഘടനാപര ഒരു ബാധ്യത കൂടിയാണ്. മുഖ്യമന്ത്രി അനുമതി ചോദിച്ചാൽ അതിന് മറുപടി അറിയിക്കുക എന്നുള്ളത്. മറ്റു മന്ത്രിമാരുടെ കാര്യത്തിൽ അത്തരം സമീപനം കേന്ദ്രം കൈക്കൊണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴും മന്ത്രിമാരുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെ പ്രതീക്ഷിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി മന്ത്രിമാർക്ക് അനുമതി ലഭിക്കുമെന്ന് തന്നെയാണ്. കഴിഞ്ഞ 2 ദിവസം അവധി ദിവസങ്ങളായിരുന്നു. അതുകൊണ്ട് ഇത് വൈകി എന്നൊരു വിലയിരുത്തലുമുണ്ട്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇതിലെ കൃത്യമായ വിവരം അറിയാനാകും. നന്ദി അരുൺ വിവരങ്ങൾക്ക്. RSS പരിപാടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തതിനെ പരോക്ഷമായി ന്യായീകരിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഭക്തർക്കൊപ്പം പ്രവർത്തകർ ചേരുന്നതിൽ തെറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്ന നടപടിയോട് യോജിപ്പില്ല. വിശ്വാസികൾ നടത്തുന്ന പ്രാർത്ഥനായത്നത്തിൽ കോൺഗ്രസ് ഉണ്ട്. സുന്നികളുടെ പള്ളിയിൽ സ്ത്രീകൾ കയറണമോ എന്ന് കോടിയേരിയും ജലീലും തീരുമാനിക്കേണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. ഒരു കലാപത്തിന് വഴിതെളിക്കാനുള്ള അന്തരീക്ഷമാണ് ഗവൺമെന്റ് ഇവിടെ ഉണ്ടാക്കിയത്. അത് കൂടുതൽ ആളിക്കത്തിക്കാൻ RSSും BJPയും ശ്രമിക്കുകയാണ്. ഞങ്ങൾ വിശ്വാസ സമൂഹത്തിൻ്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി മുന്നോട്ട് പോകും. പക്ഷെ RSSും BJPയും ശബരിമലയെ സംഘർഷഭൂമിയാക്കാനുള്ള ഒരു നീക്കത്തോടും എല്ലാ നീക്കത്തെയും ഞങ്ങൾ ശക്തമായി എതിർത്ത് പരാജയപ്പെടുത്തി. ഞാനാണ് ആദ്യം പറഞ്ഞത് റോഡ് നിയമനിർമ്മാണം നടത്താനുള്ള നടപടി കേന്ദ്രം മുന്നോട്ട് വരണം. സംസ്ഥാന ഗവൺമെൻറ് ഈ കാര്യത്തിൽ കാണിച്ച അവധാനതയില്ലായ്മയാണ് ഈ പ്രശ്നങ്ങൾ ഓരോ ദിവസവും വഷളാക്കിക്കൊണ്ടിരിക്കുന്നത്.